സർ, കഴിഞ്ഞ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വേണ്ടി നിങ്ങൾ ഇത്ര നിർലജ്ജമായി വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനെ ന്യായീകരിച്ചത് എന്നോർക്കണം. കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് നിങ്ങൾ തന്നെ 50% മെറിറ്റും 50% സ്വതന്ത്രമായി കോഴ വാങ്ങി അഡ്മിറ്റ് ചെയ്യാനുള്ള അവകാശവും നൽകിയവരാണ്. അതേസമയം തന്നെ പാർട്ടിയായ കോൺഗ്രസ് കർണാടകയിൽ ഭരിക്കുമ്പോൾ 75% ഗവൺമെന്റ് നിശ്ചയിക്കും. മെറിറ്റും റിസർവേഷനുമായി 25% മാത്രമേ സ്വകാര്യ മാനേജ്മെന്റിന് അഡ്മിഷൻ നടത്താൻ അവകാശമുള്ളൂ. അങ്ങനെ മെറിറ്റിന്റെയും സംവരണത്തിന്റെയും സംരക്ഷണം നൽകിയ അയൽ സംസ്ഥാനത്തിന്റെ മാതൃകയെങ്കിലും നിങ്ങൾ പിന്തുടരാം. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത്തരം നഗ്നമായ നിർലജ്ജമായ ഈ വിടുവേല ചെയ്തത്. നിങ്ങൾ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് നഗ്നമായി കീഴടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് മാന്യരാണ് എന്നുള്ള മര്യാദയിൽ പോകരുത്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കച്ചവടക്കാരെ രക്ഷിക്കാനുള്ള നയസമീപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇതെന്റെ വാചകങ്ങളല്ല. ഈ സഭയിൽ ആദരണീയനായ ബഹുമാനനായ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കൌട്ട് പ്രസംഗമാണ്. അന്ന് നിയമസഭ ഈ ബില്ലിനോടുള്ള പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും പ്രതിഷേധമാണ് അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിച്ചത്. TP ശ്രീനിവാസന്റെ അദ്ദേഹത്തെ അടിച്ചു തള്ളിയിട്ടതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് ആക്രമണത്തോടനുബന്ധിച്ച് നടന്ന ഒരു പത്ര റിപ്പോർട്ട് അന്ന് കേരളത്തിന്റെ മനോരമ പത്രം എഴുതിയത് സാക്ഷര കേരളത്തിന്റെ കവിളത്തേറ്റ അടി എന്നാണ്. സർ, അത്രമാത്രം ഭീകരമായ രൂപത്തിലാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരൊക്കെ എതിർത്ത് പോയത്. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഖുർആനിലൊരു ചെറിയ അധ്യായമുണ്ട്. വൽ ഹസർ എന്ന് തുടങ്ങുന്ന കാലം തന്നെയാണ് സാക്ഷ്യം, സത്യം, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ് എന്ന്. 2023 ആരംഭിച്ച ഈ സ്വകാര്യ സർവകലാശാല ബില്ലിലെ അന്ന് മുതൽ എതിർത്തതുകൊണ്ട് കേരളത്തിലെ എത്രത്തോളം കുട്ടികൾ പുറത്തേക്ക് പോയി എന്നതിനെക്കുറിച്ച് ഈ ഗവൺമെന്റ് വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ മാതൃഭൂമി പത്രമാണിത്. കുടിയേറ്റ കുട്ടികൾ കുടുങ്ങില്ല എന്ന് പറഞ്ഞു. 2023 ഒരു സർവേ അവലംബിച്ചെടുത്തിയ ഒരു കണക്കാണ്. 2.5 ലക്ഷം കുട്ടികളാണ് പുറത്തുപോയി പഠിക്കുന്നത് എന്ന് 2023 കണക്ക് പറയുകയാണ് മാതൃഭൂമി. 2024 കഴിഞ്ഞു, 2025 ആകുന്നു. ഈ കാലത്തിൽ എത്രമാത്രം കുട്ടികൾ ഇതിന്റെ പേരിൽ പോയിട്ടുണ്ടാകും പുറത്തേക്ക് എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വേണം എന്ന് സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ നഷ്ടം ഇനി എങ്ങനെ നികത്താനാണ്? ഒരു നിരക്കും നികത്താനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ്. സർ, ഞാനേതായാലും അതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഈ യൂണിവേഴ്സിറ്റി സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സ്പോൺസറിംഗ് ബോഡിയുടെ നിർവചനത്തിൽ വകുപ്പ് 2.4 പറയുന്നത്, സ്പോൺസറിംഗ് ബോഡിയുടെ നിർവചനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ അനുഭവ സമ്പത്തോ വിശ്വാസ്യതയോ ഉൾപ്പെടെയുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടേയില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ ഇതിൽ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് മുകളിലെങ്കിലും സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാടേറെ കോർപ്പറേറ്റ് മാനേജ്മെന്റുണ്ട്. വലിയ മാനേജ്മെന്റ് ഈ കേരളത്തിൽ ഒരുപാടേറെ വിദ്യാഭ്യാസ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങളും ഉടമകളും ഒക്കെ ഉണ്ട്. സർ, അവരുടെയൊക്കെ ആ ആധികാരികതയെ ഉപയോഗപ്പെടുത്തി അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നല്ല, അവരെ അതിൻ്റെയൊക്കെ പരിധിയിൽ കൊണ്ടുകൊണ്ട് ഈ ഒരു തരത്തിലുള്ള വിശ്വാസ്യത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് അതിന്റെ ഭാഗമായി മാറ്റം വരുത്താൻ കഴിയുമോ എന്നങ്ങ് പരിശോധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഓഫ് ക്യാമ്പസ് അല്ലെങ്കിൽ ഷോ ക്യാമ്പസ് തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇതിലൂടെ. സർ, ഓഫ് ക്യാമ്പസ് UGCയുടെ 2008 നിയമത്തിനനുസരിച്ച് 5 കൊല്ലം കഴിഞ്ഞാലേ ഒരു പുതിയ ഓഫ് ക്യാമ്പസ് തുടങ്ങാൻ അവകാശമുള്ളൂ, അധികാരമുള്ളൂ. അതിന് പകരമായി തുടങ്ങുന്ന ഏത് സ്ഥാപനങ്ങൾക്കും അവർക്ക് ഓഫ് ക്യാമ്പസും മറ്റ് ക്യാമ്പസുകളും തുടങ്ങാനുള്ള അവകാശം നൽകുകയാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള പൊതു സർവകലാശാലകളുണ്ട്. ആ സർവകലാശാലകൾക്ക് പോലും പുറത്തൊരു ഓഫ് ക്യാമ്പസ് തുടങ്ങാൻ ഈ നിമിഷം അവകാശമില്ല. അപ്പോഴാണ് ഈ ഒരു അവകാശം നൽകുന്നത്. അത് മാറ്റി ഈ ഒരു സ്ഥാപനത്തെ അതിനനുസരിച്ച് കൊണ്ടുപോകണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്, ഈ വകുപ്പ് 3.3 ഇതിന്റെ സ്പോൺസറിംഗ് ബോഡിക്ക് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാൻ അവകാശമുണ്ട്. 2003 പുറത്തിറക്കിയ UGC വകുപ്പ് 3.2 പ്രകാരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒരു യൂണിറ്ററി യൂണിവേഴ്സിറ്റി ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കൂടാതെ സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾ വിവിധ കോഴ്സുകളിൽ വിവിധ അനുപാതത്തിലാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആയതിനാൽ മൾട്ടി ഡിസിപ്ലിനറി സർവകലാശാലകൾ ഏത് രീതിയിലുള്ള സംവരണ ക്രമമാണ് പാലിക്കുക എന്നതിനെക്കുറിച്ച് യാതൊരു ആധികാരികമായ പഠനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇത് വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊന്ന്, ബില്ലിലെ വകുപ്പ് 4H പ്രകാരം ഓരോ കോഴ്സിനും 40% സീറ്റുകൾ സംസ്ഥാനത്തെ നിവാസികളായ വിദ്യാർത്ഥികളായി സംവരണം ചെയ്യേണ്ടതും ഇതിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ സംവിധാനം ബാധകമാക്കേണ്ടതുമാണ് എന്ന് മന്ത്രി ഇപ്പോഴും ഇവിടെ അങ്ങയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിലുള്ള റിസർവേഷനെതിരെ സുപ്രീം കോടതി ഉത്തരവുകൾ നിലവിലുണ്ട്. ഭരണഘടനാ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് സുപ്രീം കോടതി തന്നെ പ്രവേശനത്തിലെ സംസ്ഥാന കോട്ട സംവിധാനം റദ്ദാക്കിയിട്ടുണ്ട്. ആയതിനാൽ സംവരണക്രമം പാലിക്കുന്നതിന് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥ പര്യാപ്തമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് PG മെഡിക്കൽ പ്രവേശനത്തിൽ നിലവിലുണ്ടായിരുന്ന 50% സംസ്ഥാന കോട്ട റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രസ്തുത വ്യവസ്ഥയുടെ സാധുത ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ സർവകലാശാലകളുടെ പ്രവേശനത്തിനുള്ള സംവരണ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് നിയമപരമായി സാധുതയുള്ള വ്യക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഭാവിയിൽ നിയമ പോരാട്ടങ്ങളിലേക്ക് ഇത് പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സംവരണ ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ അവസരങ്ങളും നിഷേധിക്കപ്പെടാൻ ഇതിലൂടെ സാധ്യതയുണ്ട് എന്ന് ഞാനിതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. അപ്രകാരം നിയമസാധുതയുള്ള വ്യക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംവരണം ഉറപ്പാക്കുകയും സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന തരത്തിൽ കുറഞ്ഞത് 50% സീറ്റുകളെങ്കിലും നീക്കിവെക്കുകയും ചെയ്യണം എന്ന് ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ ഫീസ് ഇളവ് നൽകാനും സ്കോളർഷിപ്പ് ഏർപ്പെടുത്താനും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്ന്. എന്നാൽ പിന്നോക്ക ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങൾ ബില്ലിൽ നിഷേധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രസ്തുത ആനുകൂല്യം നൽകുവാൻ ഒരു വ്യവസ്ഥ ഇതിലില്ല. ആ വ്യവസ്ഥ ഉണ്ടാകണം എന്ന് ഇതുമായി ഭാഗമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് വകുപ്പ് 1F സർവകലാശാല വിദ്യാർത്ഥികൾ അല്ലാത്ത വ്യക്തികൾക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകുക എന്ന ഒരു ഭാഗം ചേർത്തിട്ടുണ്ട്. ഇപ്രകാരം സർവകലാശാല രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലാത്തവർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്നതിന് മുമ്പേ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഒരു മുൻകൂർ അനുമതി ഉണ്ടാകണം എന്നതായിരിക്കും ശരി എന്ന് തോന്നുകയാണ്. വകുപ്പ് 1 പ്രൊഫസർഷിപ്പുകൾ, അസോസിയേറ്റ് പ്രൊഫസർഷിപ്പുകൾ, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പുകൾ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്താനുള്ള സർവകലാശാലകളുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അധികാരത്തിൽ അധ്യാപക നിയമനങ്ങൾ നടത്തുമ്പോൾ UGC റെഗുലേഷൻ വെച്ച് ഒരു മാനദണ്ഡ പ്രകാരം അധ്യാപകരെ നിയമിക്കണം എന്നുള്ള ഒരു നിലപാട് ഇതിന്റെ ഭാഗമായി ഇല്ല. അപ്പൊ ആ ഒരു തരത്തിൽ യോഗ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള വ്യവസ്ഥകൾ കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതാണ്. വകുപ്പ് 1SC അനുസരിച്ച് സർവകലാശാലയ്ക്ക് യുക്തമെന്ന് തോന്നുന്ന വിധത്തിൽ സ്ത്രീകളുടെയും സാമ്പത്തികമായും സാമൂഹികപരമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളുടെയും താമസം, അച്ചടക്കം, അധ്യയനം എന്നിവക്ക് ക്രമീകരണം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുവായ അച്ചടക്കം ഉറപ്പുവരുത്താനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ സ്ത്രീകൾക്കും സാമ്പത്തികവും സാമൂഹികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേകം അച്ചടക്കം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനം എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ചാർജുകൾ ഫീസ് വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സ്വകാര്യ സർവകലാശാലകൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സെൽഫ് ഫിനാൻസ് കോളേജുകളടക്കം അവരുടെ ഫീസ് നിശ്ചയിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ സ്വകാര്യ സർവകലാശാലകൾക്ക് പൂർണ്ണമായ അധികാരം നൽകുകയാണ്. സംസ്ഥാന സ്വകാര്യ ശാസ്ത്രീയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ നിലവിൽ ഫീസ് നിർണ്ണയിക്കുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ റെഗുലേറ്ററി കമ്മിറ്റിയാണ്. എന്നാൽ സ്വകാര്യ സർവകലാശാലകൾ ഉയർന്ന പഠന നിലവാരത്തിന്റെയും മികച്ച ഫാക്കൽറ്റിയുടെയും ഫീസ് കുത്തനെ ഉയർത്തിയാൽ സർക്കാരിനോ റെഗുലേറ്ററി കമ്മിറ്റിക്കോ കോടതികൾക്കോ ഇടപെടാൻ സാധിക്കുകയില്ല. ദരിദ്ര പിന്നോക്ക നിയോഗപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനങ്ങൾ അവസരം നിഷേധിക്കുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുകയാണ്. അതോടൊപ്പം UP സർക്കാരിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളം തന്നെ ഒരു അവസാനത്തെ സംസ്ഥാനമാണ് സ്വകാര്യ സർവകലാശാല ആവശ്യപ്പെടുന്നത്. UP സർക്കാരിന്റെ ഉത്തരവ് പോലും അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെയും ഗവൺമെന്റിന്റെയും അംഗീകാരമില്ലാതെ ഫീസ് വർധനയോ അല്ല ഫീസ് നിശ്ചയിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായും പറയുകയാണ്. സർവകലാശാലകൾ നൽകുന്ന കോഴ്സുകളുടെയും ബിരുദങ്ങളുടെയും സുതാര്യതയും വിശ്വാസ്യവും ഉറപ്പുവരുത്തുന്നതിന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് സമാനമായി ഒരു ബോഡി ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന ഒരു നിർദ്ദേശം കൂടി ഇതിന്റെ ഭാഗമായി വെച്ചുകൊണ്ട് ഈ സ്വകാര്യ സർവകലാശാല സമൂഹത്തിന്റെ ഗുണകരമായ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന തരത്തിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നടപ്പിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അനുകരണീയ മാതൃകയാണ്. എല്ലാവരും തുടർന്നാൽ നമുക്ക് ഇഫ്താറിന് മുമ്പ് തീർക്കാൻ പറ്റും. പ്രൊഫസർ TV ഇബ്രാഹിം.